വെൽക്കം ടു 2024. നമ്മളിന്നുള്ളത് പുതിയ XUV 400 റിഫ്രഷ്ഡ് ആയിട്ടുള്ള വാഹനമാണിത്. നിങ്ങൾക്കറിയാലോ, പുതിയ XUV 400 വരുന്നതിന് മുമ്പ് പഴയ 400 നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മൈനർ മോഡിഫിക്കേഷൻസ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളൂ. പുതിയ XUV 400ൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ആ വാഹനത്തിൽ വന്നിട്ടുള്ളത് 2 ബാറ്ററി മോഡ്സ് ആണ്. ആ ബാറ്ററി പാക്സ് എന്ന് പറഞ്ഞാൽ 34.5ലും 39.4ൻ്റെയും 2 ബാറ്ററി പാക്കുകളാണ് വന്നിട്ടുള്ളത്. അത് EL EC എന്ന് പറയുന്ന 2 വേരിയന്റിൽ വാഹനം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ എക്സ്ഷോറൂം വില വന്നിട്ട് 15,49,000 രൂപയാണ് എക്സ്ഷോറൂം. ഈ വാഹനത്തിന് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ബാഹ്യമായി വന്നിട്ടുള്ളത് കോപ്പർ എലമെന്റ്സിന്റെ അതിപ്രസരണമാണ്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1, 2, 3, 4 ഈ വാഹനത്തിൽ പ്രത്യക്ഷത്തിൽ വലിയ മാറ്റങ്ങളൊന്നും പുറത്തില്ല, പക്ഷെ എന്നാലും ചെറിയ മാറ്റങ്ങളുണ്ട്. അത് കാണിച്ചു തരാം. പ്രത്യേകിച്ച് പുതിയ ലോഗോ കോപ്പർ തീമിൽ വന്നിട്ടുണ്ട്, അതൊരു മാറ്റമാണ്. അതുപോലെ തന്നെ കോപ്പർ തീം ഇവിടെ എടുത്ത് കാണിക്കാവുന്ന രീതിയിലുള്ള ക്ലാഡിങ്സ്, ബ്ലാക്ക് ക്ലാഡിങ്സോട് കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ XUV 400ൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു കോപ്പർ ഗാർണിഷ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹനത്തിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്പോയിലറിന്റെ ആ ഒരു കോപ്പർ ഫിനിഷും, അതുപോലെ ഫിൻറ്റെയിൽ ആന്റിനയിലെ കോപ്പർ ഫിനിഷും, അതുപോലെ തന്നെ മഹീന്ദ്ര ബാഡ്ജിങ്ങിലും താഴെയുള്ള ആ ബാഡ്ജിങ്ങിലും വ്യക്തമായ ആ കോപ്പറിന്റെ അതിപ്രസരണം നമുക്ക് കാണാൻ സാധിക്കും. ഇനി വാഹനത്തിന്റെ ഇന്റീരിയർ ആണ്. ഈ വാഹനത്തിന്റെ ഇന്റീരിയറിൽ XUV 400 ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ടോൺ, പ്രത്യേകിച്ച് ഡ്യുവൽ ടോൺ ഇന്റീരിയേഴ്സ് ആണ്. 2 കളേഴ്സ് ആണ് വരുന്നത്. ഡാഷ്ബോർഡിലും 2 കളർ ഷെയ്ഡാണ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. പുതിയ സ്റ്റിയറിംഗ് വീല് വന്നു, അത് ഫ്ലാറ്റ് ബോട്ടം ആണ്. ഒരു കുറച്ച് സ്പോട്ടി ഫീൽ തരുന്നുണ്ട് വാഹനത്തിനുള്ളിൽ. എലക്സ ഫീച്ചർ വാഹനത്തിൽ വന്നിട്ടുണ്ട്. എലക്സ ഫീച്ചർ എന്ന് പറയുമ്പോൾ എലക്സയുടെ അസിസ്റ്റൻസോട് കൂടിയിട്ട് നമുക്ക് വോയിസ് അസിസ്റ്റ് ചെയ്യലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. പുതിയ സവിശേഷതകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ഇതിന്റെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. 2 സൈഡിലും പാസഞ്ചറിനും കോ പാസഞ്ചറിനും അത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ കൂടിയും ഇതിൽ ഇപ്പോൾ മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ XUV 400 മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ AC വെന്റുകൾ വന്നു എന്നുള്ളതാണ്. മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസും അതുപോലെ തന്നെ ഒരു മൊബൈൽ ചാർജർ വെക്കാനുള്ള ഫെസിലിറ്റിയും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ XUV 400ൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ്. എനിക്ക് വാഹനം പ്രമാഫേസിയ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫൈൻഡ് ആണ്. പഴയ വണ്ടിയേക്കാളും റിഫൈൻഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു പണ്ട് ഞാൻ എൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു റോക്കറ്റാണ്, പോക്കറ്റ് റോക്കറ്റാണ് വാഹനം. സുമി ദേവിസ് ചിറമൽ സൈനിങ് ഓഫ് ബുക്കാസ്മാറ്റിക്.